അംജുക ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അംജുക്കൊക്കെ വളരെ വൃത്തികെട്ടൊരു ഫേസാണ്. അതൊന്നും നമ്മളിപ്പോൾ യൂട്യൂബിൽ വന്ന് നമ്മൾ പറയില്ല ഞങ്ങൾ ഈ കഷ്ടപ്പാടുണ്ട്, ഞങ്ങൾ ഇതിൻ്റെ പേരിൽ വന്നിട്ട് ഈ ഒരു പ്രശ്നം ഞങ്ങളുണ്ടായി എന്നൊന്നും നമ്മൾ പറയത്തില്ല. ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ അത് എവിടെയും എത്തത്തില്ല. അതുകൊണ്ട് എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെയാണ് മാരേജ് കഴിഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട് ഇത് ഈ ഒരു സ്വഭാവമായിരിക്കും എന്നുള്ളതേ ഇല്ല. എന്നെ സുഖിപ്പിക്കാത്തൊരു ഫ്രണ്ട് മതി എനിക്ക്, അത്രേ ഉള്ളൂ എനിക്ക്. പെൺകുട്ടിയായി കല്യാണം കഴിച്ചു, അമ്മയാവാൻ വേണ്ടി പോവാണ്. പുതിയൊരു ഫേസ് എൻ്റെ, അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആഗ്രഹമായിരുന്നു ഒരു ബേബിയും കൂടി വേണം. ഇപ്പം തന്നെ ഉമ്മ ഒക്കെ ചീത്ത പറയുന്നത്, ഞാൻ എഴുന്നേക്കുന്നത് സൈഡ് തിരിഞ്ഞിട്ടല്ല ഞാൻ ഇതാക്കുന്നത്, ഞാൻ മുമ്പത്തെ പോലെ ചാടിയാക്കുന്നത്. ഞാൻ ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ ബോഡി സെറ്റായിട്ടേ വരുന്നുള്ളൂ. എങ്ങനെ ഒരു അമ്മയായിരിക്കും അസ്ല? ഞാൻ ഭയങ്കര എൻ്റെ കുഞ്ഞിനോട് ഞാൻ വളരെ ഫ്രണ്ട് പോലെ ആയിരിക്കും എന്നൊക്കെ ഞാൻ മനസ്സിൽ ഇങ്ങനെ ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കൊരു കുഞ്ഞ് വന്നാലായിരിക്കും ഞാൻ എൻ്റെ തനി സ്വരൂപം അല്ലെങ്കിൽ തനി കോണം പുറത്തേക്ക് വരാം. ഈ പൊതുവെ നമ്മുടെ പെൺകുട്ടികൾക്ക് പ്രസവിക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പേടി ഉണ്ടോ? അതും എനിക്കൊരു പേടിയില്ല. പ്രസവിക്കണേ എനിക്കിഷ്ടമാണ്. പക്ഷെ പ്രസവിച്ച് കഴിഞ്ഞാൽ ചോരക്കട്ട മാന്തി എടുക്കുന്നതാൽ ഒത്തിരി സൗഹൃദങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പം നമ്മൾ ആദ്യത്തെ 1ാം ക്ലാസ് തൊട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിൽ നിന്നൊക്കെ ഒരു നല്ല സൗഹൃദം എങ്ങനെയാണ് ചൂസ് ചെയ്യുക? നമ്മൾ ഒരിക്കലും അത് ചൂസ് ചെയ്യണതല്ല, അത് നമ്മളെ തേടി വരുന്നത്. അല്ലാണ്ട് നമ്മളൊക്കെ ഓരോ ചെക്ക് ലിസ്റ്റ് ഇട്ട് ഇതൊക്കെ ഇത് എൻ്റെ സ്വഭാവത്തിന് അങ്ങനെയല്ലല്ലോ ഒരിക്കലും സൗഹൃദം വരുന്നത്. ചിലപ്പോൾ നമ്മുടെ സ്വഭാവത്തിനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാൾക്കാരായിരിക്കും നമ്മളായിട്ട് ഫ്രണ്ട്സ് ആവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സെയിം സ്വഭാവമുള്ളവരായിരിക്കും ഫ്രണ്ട്സ് ആവുന്നത്. അതങ്ങനെ അതൊരു കണക്ഷനാണ്, ആക്ച്വലി ഒരു ഇമോഷണൽ കണക്ഷനാണ് അവിടെ വരുന്നത്. ഓരോ ടൈമിൽ നമുക്ക് ഓരോ എന്താ പറയുക ഫ്രണ്ട്സ് ആയിരിക്കും, ഓരോ സ്വഭാവക്കാരായിരിക്കും, കാര്യങ്ങളായിരിക്കും. അത് ആ സമയമാകുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ലൈഫിൽ വരുന്ന ഒന്നല്ലേ. എനിക്കത് വളരെ ക്ലോസ് ആയിട്ടുള്ള സർക്കിൾ കൊണ്ടു നടക്കുന്ന ആളാണ്. ഒരുപാട് ആ സൗഹൃദങ്ങൾ എപ്പോഴും ഈ പറഞ്ഞ ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവരാൻ തയ്യാറാവാത്ത ആളാണ്. ഇപ്പം എനിക്കൊരു സൗഹൃദം എനിക്ക് കൊണ്ടുവരണമെങ്കിൽ ഞാൻ എങ്ങനെ ഒരു സുഹൃത്തായിരിക്കണം? അങ്ങനെ ഒരു ഇതേ ഇല്ല. എൻ്റെ ഒരു ഫ്രണ്ട് ലിസ്റ്റ് എന്ന് പറയണത് പലവരും പല സ്വഭാവക്കാരാ. അല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഇത് ഈ ഒരു സ്വഭാവമായിരിക്കും എന്നുള്ളതേ ഇല്ല. അത് എൻ്റെ ഒരു ഫ്രണ്ട് ആവണമെങ്കിൽ ഒന്നുമില്ല, അത് എനിക്ക് ആ ഒരാളോടൊരു കണക്ഷൻ തോന്നും. എനിക്ക് എന്തും തുറന്ന് പറയാനുള്ള ഒരു സ്പേസ് എനിക്ക് ഉണ്ടായിരിക്കണം. ഞാൻ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് തെറ്റാന്ന് തന്നെ പറയുന്ന ഒരു ഫ്രണ്ടിനെ എനിക്ക് ഒരിക്കലും എന്നെ സുഖിപ്പിച്ച് നിർത്തുന്ന ഒരു ഫ്രണ്ടിനെ എനിക്ക് ആവശ്യമില്ല. മറിച്ച് എൻ്റെ തെറ്റുകൾ എനിക്ക് തെറ്റുകളാന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്ക് അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ എനിക്ക് ആ പ്രശ്നത്തിൽ കൂടുതൽ കുഴയാതിരിക്കാൻ നോക്കത്തുള്ളൂ. അപ്പോൾ എന്നെ സുഖിപ്പിക്കാത്തൊരു ഫ്രണ്ട് മതി എനിക്ക്, അത്രേ ഉള്ളൂ എനിക്ക്. ഇത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇപ്പം ഈ പറഞ്ഞ വ്ളോഗിങ്ങിൽ. ഇപ്പം നമ്മൾ മുൻധാരണകളോടെ അസ്ലയെ മീറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, കാരണം ഇത്രയും ബോൾഡായിട്ടുള്ള കോണ്ടന്റ് ചെയ്യുമ്പോൾ. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശരിയാണോ? ലൈഫിന് ഭയങ്കര സിമ്പിളായിട്ട് നിൽക്കുന്ന ആൾ തന്നെയാണ് എനിക്ക്. അത് ഇപ്പം എന്നോട് ചോദിച്ചാൽ സിമ്പിളായിട്ട് ജീവിക്കാം, എനിക്ക് സിമ്പിളായിട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നത്. എനിക്ക് വേറെ ഭയങ്കര ഫാൻസി ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര അല്ല, എനിക്ക് വളരെ സിമ്പിളായിട്ട് നിൽക്കാനാണ് ഇഷ്ടം. ഒക്കെ എനിക്കിഷ്ടം എൻ്റെ. അതേസമയം ഈ സിമ്പിൾ ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ ഡ്രീം കാണുക, ആ ഡ്രീം സക്സസ് ആക്കുക എന്ന് പറയുന്നത് അതും ലൈഫിൻ്റെ കൂടെ അത് വലിയൊരു കാര്യം. നമ്മൾ സിമ്പിൾ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ. പക്ഷെ നമുക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടായിരിക്കും, ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ നമുക്കിത് വേണം എന്നുള്ളത്. അതൊരിക്കലും സിംപ്ലിസിറ്റിയും നമ്മുടെ ഡ്രീംസും തമ്മിൽ ഒരിക്കലും നമുക്കത് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഒത്തിരി സ്വപ്നം കാണുന്ന പെൺകുട്ടി, ഞാൻ ഒത്തിരി സ്വപ്നം കാണുന്ന ആളാണ്. അത് ഞാൻ ചെറുപ്പം തൊട്ടേ ഞാൻ സ്വപ്നം കാണുന്ന ആളാണ്. ഞാൻ വിശ്വസിക്കുന്നതാണ്, നമ്മൾ പറയത്തില്ല എന്താ കുന്നോളം സ്വപ്നം കണ്ടാൽ ഒരു കുന്നിക്കുരുവളെങ്കിലും കിട്ടത്തുള്ളൂ എന്ന് പറയില്ലേ, അത് തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരുപാട് സ്വപ്നം കാണും. അസ്ലയുടെ ഇപ്പോഴത്തെ ഒരു വലിയൊരു ഡ്രീം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ? ഡ്രീം അല്ലാതെ ആക്ച്വലി കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആഗ്രഹമായിരുന്നു ഒരു ബേബിയും കൂടി വേണം എന്നുള്ളത്. ഒരു ഫാമിലി അല്ലേ, ഒരു ഫാമിലി എന്നെ സംബന്ധിച്ചൊരു ഫാമിലി കംപ്ലീറ്റ് ആവുക ഇതാക്കുന്ന ഒരു ബേബിയും കൂടി വേണം. അതിപ്പോൾ ഒരു ഇതുണ്ട്, അത് ഇനി ഹെൽത്തി ആയിട്ട് വരണം. ഇപ്പം എനിക്ക് ആകെയുള്ളൊരു പ്രാർത്ഥന വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഡ്രീംസൊക്കെ ഞാൻ സൈഡാക്കി വെച്ചേക്കാം. ഇപ്പം എനിക്ക് ഫുള്ളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ഹെൽത്തി ആയിട്ട് പുറത്ത് വരണം. കാരണം ഞാൻ ഇപ്പോൾ ഫുൾ ടൈം റൂമിൽ ഇരിക്കുക. അപ്പോൾ എനിക്കിപ്പോൾ കൂടുതൽ ഡ്രീം ഒന്നും കണ്ടിട്ട് പ്രത്യേകിച്ച് ഇപ്പം എനിക്കൊന്നും ചെയ്യാമല്ലോ. ആകെ ഉള്ളത് കുഞ്ഞിനുള്ള ഹെൽത്തി ഫുഡ് കൊടുക്കുക, എനിക്കുള്ള ഹെൽത്തി ഫുഡ് കഴിക്കുക, വീട്ടിൽ റെസ്റ്റ് എടുത്തിരിക്കുക. അപ്പം ഇനി കുഞ്ഞിനെ മാത്രമേ ഇപ്പം ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഇനി അത് പതുക്കെ വേണം വേറെ കാര്യങ്ങൾ എൻ്റെ സ്വപ്നം കാണാൻ. എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു, കാരണം എനിക്ക് തന്നെ ഒരു സർപ്രൈസ് ആയിരുന്നു. ബാക്കിയുള്ളവർക്കല്ല, എനിക്ക് തന്നെ ഒരു സർപ്രൈസ് ആയിരുന്നു അത്. അംജുക്കിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? കാരണം ആ ഒരു അംജുക്ക വീഡിയോ കോളിലാണല്ലോ അറിയുന്നത്. അംജുക്കാനെ ഞാൻ ഫസ്റ്റ് വിളിച്ച് മറ്റേ കിറ്റ് ഉണ്ട് കാണിച്ചു കൊടുക്കുക. അപ്പം അംജുക്ക ഉറക്കത്തിലായിരുന്നു, എന്നാ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട്
ഇത് ഒരു ലൈനല്ലേ, ഒരു ലൈൻ അതിന് ഫെയ്ഡ് ആയിരുന്നു ലൈൻ, മറ്റേ ലൈൻ കാണത്തില്ല കാരണം ഏർലി പ്രഗ്നൻസി ആയിരുന്നു. ഇതൊരു ലൈനല്ലേ, ഇത് പോസിറ്റീവ് അല്ല മോളെ. ആണോ? പിന്നെ കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് പോസിറ്റീവ് ആണോ അല്ലേ, ഇതായിരുന്നു റിയാക്ഷൻ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൻ ഭയങ്കര റിയാലിറ്റിയിലോട്ട് വന്നത്. അതുവരെ ആ ഉറക്കപ്പിച്ചും പെട്ടെന്ന് ഞാൻ കാണിക്കുകയും ഒന്നും ഒരു മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പിന്നെ റിയാലിറ്റിയിലോട്ട് ഇവിടെ വന്നിട്ടുള്ള ഒരു റിയാക്ഷൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ആളുകൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് അംജുക്ക് റിയാക്ട് ചെയ്യുന്നില്ല? അത് കുറെ പേരുണ്ടായിരുന്നു. എനിക്ക് കുറെ കമന്റ്സ് ഒക്കെ വന്നു, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പ്രഗ്നൻസി ആയിട്ട് ഭർത്താവിനെ കാണിക്കുന്നില്ല, ഒന്നും പറ്റി പറയുന്നില്ല. ഞാൻ ആദ്യം കാണിക്കുമ്പോഴായിരുന്നു അതിന്റെ പ്രശ്നം ഉണ്ടായിരുന്നത്. നിങ്ങൾ എന്തിനാ എപ്പോഴും കാണിക്കുന്നത്, എന്തിനാ ഇത്ര ഓവർ ആക്കുന്നത്? ഞാൻ കാണിക്കാതായപ്പോ അതാണ് ഞാൻ പറഞ്ഞേ, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നുണ്ടാവില്ല ചില കാര്യങ്ങളൊന്നും. പക്ഷെ ബാക്കി ആൾക്കാർ ജഡ്ജ് ചെയ്യും, ഓക്കെ ഇവർ ഇത്ര ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടല് വളരെ കുറവ്, അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, ബാക്കി വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഞാൻ എൻ്റെ ഇടയ്ക്ക് ആലോചിക്കും എന്തപ്പോ പ്രശ്നമുള്ളത്. ഞാനാണെങ്കിൽ ഇവിടെ അംജുക്കാക്ക് വരാനുള്ള ഞങ്ങൾ ടിക്കറ്റും കാര്യങ്ങളും ലീവ് കിട്ടുന്നൊക്കെ നോക്കി ആ സമയത്താണ് നിങ്ങൾ തമ്മിൽ വലിയ പ്രശ്നമുണ്ടോ, ചില സമയത്തൊക്കെ തമാശയാണ്. ഇപ്പൊ ഇതേ ഒരു പെൺകുട്ടിയായി കല്യാണം കഴിച്ചു, അമ്മയാവാൻ വേണ്ടി പോവാണ്, എങ്ങനെയുണ്ട് ഈ അവസ്ഥ? ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ പ്രഗ്നൻസി ഒരുപോലെ ആയിരിക്കില്ല. എനിക്ക് എൻ്റെ കുഞ്ഞു കുഞ്ഞു കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് പുറത്തൊന്നും പോകാൻ എനിക്ക് പറ്റത്തില്ല, പാടില്ല, ട്രാവൽ ചെയ്യാൻ പാടില്ല, ഒന്നും പാടില്ല. അപ്പം ഞാൻ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാക്സിമം എന്നാൽ ഹോളിക്ക് വരും. പക്ഷെ ഞാൻ എൻജോയ് ചെയ്യുക. ഞാൻ എന്ന് പറയുന്നത് ഒരു പുതിയൊരു ഫേസ് എൻ്റെ പുതിയൊരു ഫേസ് അല്ലേ, അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നു. കാരണം എത്ര കാലം കൂടി വന്ന ഈ ഒരു ഫേസ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പുറത്തു പോകാൻ ഇനിയും പോവാം, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇനിയും ചെയ്യാം. ഇതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഹാപ്പിയാണ്. പിന്നെ ആഗ്രഹിച്ച് കിട്ടിയതാണല്ലോ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടാവും. ഈ അമ്മ എന്തൊക്കെ പ്രിപ്പറേഷൻ നടത്തുന്നുണ്ട്? കാരണം ഓഫ് കോഴ്സ് ഈ പറഞ്ഞ ആഗ്രഹിച്ചൊരു കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ഒന്നും നടത്തുന്നില്ല. ഒരു പ്രിപ്പറേഷൻസ് ഞാൻ കുഞ്ഞാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രിപ്പറേഷൻസ് നടത്തിയിട്ടില്ല. ഇപ്പോഴും ഞാനൊരു പ്രിപ്പറേഷൻസ് നടത്തുന്നില്ല. ഇപ്പൊ തന്നെ ഉമ്മ ഒക്കെ ചീത്ത പറയുന്നത്, ഞാൻ എഴുന്നേക്കുന്നത് സൈഡ് തിരിഞ്ഞിട്ടല്ല ഞാൻ ഇതാക്കുന്നത്, ഞാൻ മുമ്പത്തെ പോലെ ചാടിയാക്കുന്നത്, ഞാൻ കിടക്കുന്ന രീതി വേറെ. അപ്പൊ ഞാൻ ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ ബോഡി സെറ്റായിട്ടേ വരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഒരു പ്രിപ്പറേഷൻസും ഇതുവരെ ഞാൻ ഒരു പ്രിപ്പറേഷൻസോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഫുഡ് ഒക്കെ ഇല്ല, അങ്ങനെ ഒരു ക്രേവിങ്സും ഇല്ല. ഇപ്പൊ ഒരുപാട് ഇപ്പം പൊതുവെ ഇപ്പൊ ഞാനൊരു അമ്മയാവാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കണം, സ്ട്രിക്റ്റ് അമ്മയായിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര കമ്പനി ആയിരിക്കണം. ഇപ്പത്തെ എല്ലാവരും ഭയങ്കര ചില്ലായിട്ടുള്ള അമ്മയാണല്ലോ. എങ്ങനെ ഒരു അമ്മയായിരിക്കും അസ്ല? ഞാനൊരു അമ്മ അവന്നെ വേണം. അപ്പം ഞാൻ പലതും വിചാരിക്കണം, ഞാൻ വളരെ കൂൾ മമ്മിയാവും, ഞാൻ ഭയങ്കര എൻ്റെ കുഞ്ഞിനോട് ഞാൻ വളരെ ഫ്രണ്ട് പോലെ ആയിരിക്കും എന്നൊക്കെ ഞാൻ മനസ്സിൽ ഇങ്ങനെ ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കൊരു കുഞ്ഞ് വന്നാലായിരിക്കും ഞാൻ എൻ്റെ തനി സ്വരൂപം അല്ലെങ്കിൽ തനി കോണം പുറത്തേക്ക് വരാം. ആ കുട്ടിനോട് എങ്ങനെ ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുണ്ടായിരിക്കും. കുഞ്ഞ് പുറത്തേക്ക് വരണം, എന്നാലും മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പറയുന്നുണ്ട് ഞാൻ വളരെ കൂളായിരിക്കും, ചില്ലായിരിക്കും. പക്ഷെ എനിക്ക് തോന്നിയില്ല ഞാൻ അത്ര വലിയ ഭയങ്കര കൂളായിരിക്കും, ഭയങ്കര ചില്ലായിരിക്കും തോന്നില്ല. പക്ഷെ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ 101% ഒരു നല്ല അമ്മാവാൻ തന്നെ ഞാൻ നോക്കത്തുള്ളൂ. എൻ്റെ കുഞ്ഞിനെ ഏറ്റവും വേണ്ടതും എന്തൊക്കെയാണോ എന്നുള്ളത് ഞാൻ എൻ്റെ ചെയ്യും. പക്ഷെ സ്ട്രിക്റ്റ് അല്ല ഒന്നും എനിക്ക് അറിയത്തില്ല. പ്രഗ്നന്റ് എന്തൊക്കെയാ അവോയ്ഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ? ഇപ്പോൾ ഡോക്ടർ എന്നോട് ഡേറ്റ്സ്, ചീസ്, പിന്നെ അങ്ങനത്തെ കുറച്ച് ഫുഡ് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ ഒന്നും കഴിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. യാത്രകൾ അതൊക്കെ തന്നെ. ഈ പൊതുവേ നമ്മുടെ പെൺകുട്ടികൾക്ക് പ്രസവിക്കാൻ ഭയങ്കര പേടിയാണ്. അത് ഓർത്തിട്ട് വേണ്ടാന്ന് നിൽക്കുന്ന ആ പെൺകുട്ടികളെ എനിക്ക് പേഴ്സണലി അറിയാം. അതാണ് ടെൻഷൻ. അപ്പോൾ അങ്ങനെ ഒരു പേടിയുണ്ടോ? അതും എനിക്കൊരു പേടിയില്ല, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഈ ദിവസം വരെ ഞാൻ അതിനെക്കുറിച്ച് കമൻസ് ഒക്കെ വരും. പ്രസവിച്ച് കഴിഞ്ഞാൽ എന്ത് ചോരക്കട്ടം, എനിക്ക് ഇപ്പോഴാ കമൻറ്റ് ഓർമ്മ ഉണ്ട്. പ്രസവിക്കണേ എനിക്കിഷ്ടമാണ്, പക്ഷെ പ്രസവിച്ച് കഴിഞ്ഞാൽ ചോരക്കട്ടം മാന്തി എടുക്കുന്ന ചോരക്കട്ടം മാന്തി എടുക്കേ, അതെന്താ സംഭവം? എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ എനിക്ക് ചോരക്കട്ടം മാന്തി എടുക്കുന്ന സാധനം ഒന്നും വന്നിട്ടില്ല. അത് കണ്ടപ്പോൾ മാത്രം എനിക്കൊരു മാതിരി പേടി സ്വപ്നം പോലെ ചോരക്കട്ടം മാന്തി എടുക്കുക എന്നുള്ള സാധനം. അല്ലാതെ എനിക്ക് അങ്ങനെ പ്രസവിക്കാനൊന്നും എനിക്ക് പേടിയോ കാര്യങ്ങളൊന്നും ഇല്ല. ചില റീൽസ് ഒക്കെ കാണുമ്പോൾ, ചില ഡോക്ടർമാരുടെ റീൽസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ട്. പൊന്നു ഇതെന്താ ഇങ്ങനെ പറയുന്നേ എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നുന്നു.
അതല്ലാണ്ട് എനിക്ക് അതിനാലോചിച്ചിട്ടൊന്നും ടെൻഷൻ. പൊതുവെ നമ്മള് പ്രസംഗിക്കുന്ന പെൺകുട്ടികൾ ആദ്യം വീഡിയോ പോയി കാണും എന്നൊക്കെ പറയാറുണ്ട് ഒരു ധൈര്യത്തിന് വേണ്ടി. ഞാൻ എന്തായാലും ഒരിക്കലും കാണൂല. അതൊക്കെ കണ്ടാലേ ഈ റീൽസ് തന്നെ കണ്ടിട്ട് എനിക്ക് ടെൻഷൻ ഇല്ലാത്ത എനിക്ക് കുറച്ചെങ്കിലും ടെൻഷൻ വരുന്നത്. ഇനിയിപ്പൊ ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാൻ ചിലപ്പോ അതെനിക്ക് ടെൻഷൻ വരും. പക്ഷെ എനിക്കൊന്ന് ഉമ്മുമ്മ ആവുന്നതിന്റെ ഒരു സന്തോഷവും അത് ഉമ്മാക്ക് മാത്രല്ല എല്ലാവർക്കും, എന്റെ ചുറ്റിനുള്ള എല്ലാവർക്കും അത് ഭയങ്കര എക്സൈറ്റ്മെന്റ്, ഭയങ്കര സന്തോഷത്തിൽ അവരിയ്ക്കുന്നത്. ഒരു പക്ഷെ എന്നെക്കാളും കൂടുതൽ അംജുക്കാടെ ഫാമിലി ആയിക്കോട്ടെ, എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ഈവൻ റിലേറ്റീവ്സ്, നമ്മളുടെ ഉപ്പ ഉമ്മ എന്ന് മാറ്റി വെച്ചാൽ പപ്പ മമ്മീന്ന് മാറ്റി വെച്ചിട്ട് കുടുംബക്കാരും ഒരു വലിയൊരു ആഘോഷം. എൻ്റെ മാമയും ഷെക്കിമ്മയും മുന്തും ഇവരൊക്കെ ആണെങ്കിൽ ഓരോ ദിവസം എനിക്ക് പൂതിയുള്ളത് കൊണ്ടുവരാം. കണ്ടിട്ടുണ്ടായിരുന്നു നല്ല മാങ്ങ കൊണ്ടുവരിക. അത് കണ്ടത് അംജുക്ക പപ്പയും മമ്മിയും അവിടുന്ന് കൊടുത്തു വിട്ടതാ. ഇപ്പൊ ഇവിടെ വന്നപ്പോ ഒരുപാട് ഡോഗ്സിനെ കണ്ടു. എനിക്ക് ആളുകളെക്കാളും കൂടുതൽ ഡോഗ്സ് ആണെന്ന് തോന്നി ഇവിടെ ഉള്ളത്. ഭയങ്കര ഇഷ്ടമാണോ? എനിക്ക് ഡോഗ്സിന് എനിക്കുണ്ട്, UK ലൈലുമുണ്ട്. ഇവിടെ ഷെക്കിമാക്കും മൂത്താപ്പാക്കും അവർ മക്കൾക്കൊക്കെ ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അത് അത്രയും ഡോഗ്സ്. എത്ര പേരുണ്ട്? ഒരു 6 പേരുണ്ട്. 6 പേരുണ്ട്. ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഇഷ്ടമായത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഇതേ തോന്നൂലല്ലോ. നമുക്ക് നമ്മളെ വീട്ടിലത്തെ അംഗങ്ങൾ പോലെ തന്നെയല്ലേ തോന്നുള്ളൂ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഓടി വന്ന് ഹഗ് ചെയ്യാ. ഇപ്പൊ തന്നെ കുറച്ചു മുമ്പ് ഒരാൾ വന്നപ്പോ ഭയങ്കര സ്നേഹമായിരുന്നു. ഇപ്പൊ എന്നെ എന്തായാലും അത് സമ്മതിക്കുന്നില്ല. ഇപ്പൊ ഞാൻ എന്തായാലും തൊടുന്നില്ല. കാരണം ഇപ്പൊ പെട്ടെന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ വെയിറ്റ് താങ്ങാൻ പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഇല്ല. പക്ഷെ ഞാൻ പ്രഗ്നന്റ് ആവണേക്കാളും മുമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ അവരെ കളിപ്പിക്കാനും ഹഗ് ചെയ്യാനും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടം. ഇപ്പൊ അത് ഇല്ല. എപ്പോഴെങ്കിലും ഇപ്പം യൂട്യൂബ് ചാനലിൽ ഒരു പരിചയമില്ലാത്ത ആളാണ് അംജുക്ക. ഇപ്പൊ അദ്ദേഹം കല്യാണത്തിന് ശേഷം വന്നപ്പോ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ വന്ന കോലാഹലങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എപ്പോഴെങ്കിലും ഇത് വിടാൻ നമുക്ക് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഇല്ല, യൂട്യൂബ് വിടരുതെന്ന് എന്നോട് പറഞ്ഞേക്കുന്നത്. എന്നോട് ഞാൻ എൻ്റെ പിന്നീടുള്ള വീഡിയോസ് ശ്രദ്ധിച്ച കാരണം അംജുക്ക് അങ്ങനെ വീഡിയോസിൽ അത്ര വരുന്ന ഒരാളല്ല, പ്രത്യേകിച്ച് എൻ്റെ കണ്ടന്റ് വീഡിയോസിൽ. ഞാൻ ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്രേക്ക് എടുത്തതിന് ശേഷം പിന്നെ എല്ലാ സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസിലും അംജുക്ക ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഷോർട്സ് ഇടാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ ബാക്ക് ടു ട്രാക്കായി 1 മില്യൺ ഹിറ്റ് ചെയ്തപ്പോൾ, യൂട്യൂബിൽ നിന്ന് 1 മില്യൺ ഹിറ്റ് ചെയ്തപ്പോഴാണ് അംജുക്ക പിന്നെ ബാക്ക് ഔട്ട് ചെയ്തത്. പിന്നെ അവൻ പറഞ്ഞു ഇപ്പൊ നീ പഴയ പോലെ ഒറ്റക്ക് ഇതാക്കുന്നത്, ഇനി എൻ്റെ ആവശ്യമില്ല, ഒരു ഒറ്റക്കാക്ക് എന്നുള്ളതാ പറഞ്ഞത്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷമായി കല്യാണം കഴിഞ്ഞിട്ടാവുമ്പോ അല്ലെ, 2 ഇയർ ആവേണ്ടി പോകുന്നു ജൂണില്. ഈ അന്ന് ഭയങ്കര ലവബിൾ ആയിരുന്നല്ലോ നിങ്ങൾ ആദ്യത്തെ വീഡിയോ തൊട്ട് കാണുന്ന സമയത്ത്. അപ്പം കല്യാണം കഴിക്കാൻ പോകുമ്പോഴുള്ള ഒരു സ്നേഹപ്രകടനമായിരിക്കും കുറച്ച് ഇത് കുറയുന്നതാണ് വിചാരിച്ചത്. ലേറ്റസ്റ്റ് വീഡിയോ വരെ നോക്കുന്ന സമയത്ത് അതിലൊരു കുറവ് വന്നിട്ടില്ല. ഭയങ്കര സ്നേഹമാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു വലിയൊരു ബ്രേക്കപ്പ് കഴിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രോമ ഒക്കെ കഴിഞ്ഞ് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളും കൺഫ്യൂഷൻസ് ഒക്കെ നിറഞ്ഞിട്ടാണ് റിലേഷൻഷിപ്പിൽ പോകുന്നത്. എങ്ങനെ ഒരു ബെറ്റർ പേഴ്സണെ നമ്മൾ ചൂസ് ചെയ്യില്ല? അംജുക്ക ലൈഫിൽ വരുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ലേ? അതൊരു റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാതെ, സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ലാതെ ആണ് ഞാൻ വീണ്ടും ഒരു മാരേജ് എന്നുള്ള ഒരു സംഭവം വന്നത്, ഒരു ബ്രേക്കപ്പിന് ശേഷം. കാരണം നമ്മളായിട്ട് പ്രേമിച്ച് നമ്മളായിട്ട് ഒരുപാട് എക്സ്പെക്റ്റേഷനും വെച്ച് ഒരുപാട് സ്വപ്നങ്ങളും കണ്ടിട്ടുള്ളത് ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ അത് എവിടെയും എത്തത്തില്ല. അതുകൊണ്ട് എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെയാണ് മാരേജ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്കതിൽ വലിയ വിഷമങ്ങളോ അങ്ങനെ ഒരു സാധനമില്ല. എനിക്ക് എല്ലാത്തിനും സന്തോഷങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നത്. കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് ഒരുപാടുണ്ടെങ്കിലേ നമുക്കതുള്ളൂ. അപ്പം ഞാൻ ഓരോ ദിവസം എനിക്ക് എന്താണോ എൻ്റെ ലൈഫിൽ കിട്ടിയത് അതിൽ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ദൈവത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് ഇത്രയും നല്ലൊരു ലൈഫ് വന്നാലും ഞാൻ ഇപ്പോൾ പലവരും ചിലപ്പോൾ കൊതിക്കുന്ന ഒരു ജീവിതമായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പം നമ്മളിൽ ഇല്ലാത്തത് എന്തെന്ന് വെച്ചിട്ട് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അല്ല അപ്പോൾ അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും സന്തോഷം തന്നെ ആയിരിക്കും. സത്യം. ഞാൻ വെച്ചാൽ ഇപ്പൊ വീഡിയോസിൽ കാണുമ്പോൾ ഞങ്ങൾ ഭയങ്കര തേനും ശർക്കരയാണെങ്കിലും ഒരു മാരേജ് എന്ന് പറയണത് അതിൽ പ്രശ്നങ്ങളുണ്ട് ഒരുപാട്. നമുക്ക് പ്രശ്നങ്ങൾ മാത്രമല്ല, നമ്മൾ തമ്മിൽ അടി കൂടുന്നു മാത്രമല്ല, വേറെ പല പല ചുറ്റിനുള്ള ടെൻഷൻസ് ഉണ്ടാവും, സ്ട്രഗിൾസ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഇതൊന്നും നമ്മളിപ്പോൾ യൂട്യൂബിൽ വന്ന് നമ്മൾ പറയില്ല ഞങ്ങൾ ഈ കഷ്ടപ്പാടുണ്ട്, ഞങ്ങൾ ഇതിൻ്റെ പേരിൽ വന്നിട്ട് ഈ ഒരു പ്രശ്നം ഞങ്ങളുണ്ടായി എന്നൊന്നും നമ്മൾ പറയത്തില്ല. അതൊന്നും ഒരിക്കലും പറയില്ല, അത് പറയേണ്ട ആവശ്യമില്ല അല്ലേ, നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ സന്തോഷങ്ങൾ നമ്മൾ പറയും. ഈ സ്നേഹം കാണുന്ന സ്നേഹം തന്നെയാണ് ശരിക്കും സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ഇത് തന്നെയാണ് സ്നേഹം. അല്ലാത്തപ്പോൾ നമുക്ക് നല്ലൊരു വൃത്തികെട്ട മോശം ഫേസ് എല്ലാവർക്കും ഉള്ള പോലെ ഉണ്ട്. ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഭയങ്കര വൃത്തികെട്ട ഫേസ്, അംജുക ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അംജുക്കൊക്കെ വളരെ വൃത്തികെട്ടൊരു ഫേസാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ മുഖങ്ങളും ഉണ്ട്.
പക്ഷെ അതൊക്കെ ബാലൻസ് ചെയ്ത് പോകുമ്പോഴാണ് ഒരു മാരേജ് ലൈഫ് സക്സസ് ആവത്തുള്ളൂ. അല്ലാണ്ട് എപ്പോഴും സന്തോഷം നമ്മൾ ഒരു റൂമിൽ തന്നെ ഇരുന്ന് എപ്പോഴും കൈ പിടിച്ചോണ്ടിരിക്കുക, എന്താ പറയാ മോളെ ചക്കര അല്ലെങ്കിൽ പൊന്നേന്നൊക്കെ വിളിച്ചിരിക്കുന്നതല്ല ഒരു മാരേജ് ലൈഫ് തന്നെ. അതിൽ വേറെയും പല സിനാരിയോസ് ഉണ്ട്, പല വിധങ്ങളുണ്ട്. എനിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഇപ്പം എനിക്ക് നമ്മളൊരു സമപ്രായക്കാരി, പക്ഷെ ഒരു ഫാമിലി ലൈഫ് ചിന്തിക്കുന്ന പോലെ ചിലപ്പോൾ എനിക്കൊരു ചിന്തിക്കാൻ ഒരു ഭയമുണ്ട്. ചിലപ്പോൾ നമുക്ക് മുമ്പുണ്ടായ റിലേഷൻഷിപ്പിൻ്റെ ഒരു ട്രോമയായിരിക്കാം. ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു MSW കഴിഞ്ഞാണ് സൈക്കോളജി പഠിച്ചപ്പോൾ ഏകദേശം നമുക്ക് പെൺകുട്ടികളുടെ മൈൻഡ് സെറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ. പിന്നെ ഒരു ഫാമിലി ലൈഫ് ഇതിന് നമ്മൾ പേടിച്ചുകൊണ്ടൊരു ഫാമിലി ലൈഫിലേക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട്. കൺഫ്യൂസ്ഡ് ആയിട്ട് വേണോ വേണ്ടയോ എന്ന് ഇന്നത്തെ ഒരു 90% പെൺകുട്ടികൾ നിൽക്കുക. അതെന്തുകൊണ്ടായിരിക്കും? പണ്ടത്തെ പോലെയല്ല, ഇപ്പം എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവർക്കും സ്വന്തം കാലിൽ നിൽക്കുന്ന ജോലിയുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആലോചിക്കുക, എനിക്ക് വേറൊരാളും കൂടി വന്നിട്ട് ഞാൻ എന്തിനാ ആ തലവേദനയും കൂടി എടുക്കണം. ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഫ്രീഡം, ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം അത്യാവശ്യമുള്ള ഫ്രീഡമാണ്. കല്യാണം കഴിഞ്ഞ് ഈ ഫ്രീഡം പോവും. ഇതൊക്കെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊന്നും നിസ്സാര ഒരു കാര്യങ്ങളല്ല. പിന്നെ എന്താണ് ഇപ്പം ന്യൂസ് തന്നെ കാണുമല്ലേ. ഇപ്പം ഞാൻ ഒരിക്കലും ഭർത്താക്കന്മാരെ മാത്രം, ഭർത്താവ് ഭാര്യനെ തല്ലിക്കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ സിലിണ്ടർ ഇട്ട് തലക്കടിച്ചു കൊല്ലും, അങ്ങോട്ടും ഇങ്ങോട്ടും തലക്കടിച്ച് കൊല്ലുമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പേടിയുണ്ടാവില്ലേ. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കവടി നിരത്തി നോക്കാൻ പറ്റില്ലല്ലോ ഈ ആള് നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് എന്ത് സംഭവിക്കും, ജീവിതത്തിൽ എന്ത് സംഭവിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ടെൻഷൻ കാണും, സ്ട്രെസ് കാണും. അതിന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ തന്നെ ഞാൻ പറയേണ്ടി വരും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ റിലേഷൻഷിപ്പ് തകരുന്ന ഒരു കാര്യം എക്സ്പെക്ടേഷൻസും. ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പം ഞാനും ഹസ്ബൻഡും ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളല്ലേ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ട്രിപ്പ് പോകുന്നു, നമ്മൾ ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കുന്നു, നമ്മളെല്ലായിടത്തും പോകുന്നു. എന്ന് ഇതിന്റെ പുറകിൽ എത്ര കഷ്ടപ്പാടുണ്ട്. ഈ ട്രിപ്പ് പോണേനെ ഇതിനു മുമ്പ് എത്ര മാസം മുന്നേ പ്ലാൻ ചെയ്ത് പൊട്ടിപ്പൊളിഞ്ഞിട്ടാണ് ഈ മാസം ട്രിപ്പ് പോയത് നമുക്കേ അറിയത്തുള്ളൂ. ഓരോ വട്ടം ഒരു ട്രിപ്പ് പോവാത്തതിന് എത്ര പ്രശ്നങ്ങൾ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും നമുക്കേ അറിയുള്ളൂ. അതൊന്നും അറിയുന്നില്ല. അതേപോലെ ഒരു സാധനം മേടിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സാധനം കണ്ടെത്തി, ആ സാധനം കണ്ടെത്തിയത് ചിലപ്പോൾ 2-3 വർഷം മുമ്പായിരിക്കും ഈ സാധനം മേടിക്കണം എന്ന് ആഗ്രഹം, പക്ഷെ നടന്നത് ഇപ്പോഴായിരിക്കും. അതൊന്നും ആൾക്കാരെ അറിയുന്നില്ല. ആൾക്കാർ കാണുമ്പോൾ എല്ലാം ഇവർക്കൊന്നും ഇല്ലാത്തതില്ല, ഒരു സാധനം ഇല്ല. അപ്പൊ വീട്ടിൽ ഇരിക്കുന്ന ഭാര്യനോടും ഭർത്താവിനോടും കണ്ടില്ലേ, അവരുടെ ജീവിതം കണ്ടില്ലേ. നമ്മളിങ്ങനെ അളന്നുകൊണ്ടേയിരിക്കും, എനിക്കിതൊന്നും കിട്ടുന്നില്ലല്ലോ, എനിക്കിതൊന്നും കിട്ടുന്നില്ലല്ലോ. അതാണ് അവിടെയാണ് മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് റിയൽ ലൈഫ് അല്ല. കാണുന്നത് സത്യമാണ്, പക്ഷെ ആ പുറകിലുള്ള ബിഹൈൻഡ് ദ സീൻസ് ഒന്നും നിങ്ങൾ കാണുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ശേഷമുള്ള സീൻസും നിങ്ങൾ കാണുന്നില്ല. കാണുന്നത് സത്യമാണെങ്കിലും ചുറ്റിനും പലതും ഉണ്ടെന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കണം. അപ്പൊ തന്നെ നമ്മുടെ ലൈഫിൽ എക്സ്പെക്ടേഷൻസും കുറയും, പ്രശ്നങ്ങളും കുറയും. എനിക്കൊന്ന് ഉമ്മയുടെ ഒരു ലൈഫ്, ആദ്യത്തെ ലൈഫ് കണ്ടതാണ്, പിന്നീട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് കണ്ടതാണ്. ഉമ്മയുടെ ഉപ്പയുടെ ആ ഒരു സ്നേഹം തന്നെയാണോ ഒരു കല്യാണത്തിലേക്ക് പോവാന്ന്? ഉറപ്പായിട്ടും എൻ്റെ ഉപ്പയും ഉമ്മയും ഇപ്പോഴും ഞാൻ എങ്ങനെയാണോ ഫസ്റ്റ് കാണുന്നത് അതേ സ്നേഹത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന എല്ലാ ആണുങ്ങളും ഒരുപോലെയല്ല, എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയല്ല. നമുക്കിപ്പോൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവർക്ക് ഉണ്ടാവും, പെണ്ണാണ് ഒരു ആണിനെ തേച്ചെങ്കിൽ ആ ആണിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും ഇവളെ പോലെയാണ് എല്ലാ പെണ്ണ് വർഗ്ഗങ്ങളും ഇങ്ങനെയാണ് എന്നൊരു സാധനം ഉണ്ടായിരിക്കും. പെണ്ണിനാണ് സംഭവിച്ചെങ്കിൽ എല്ലാ ആൺവർഗ്ഗം അങ്ങനെയല്ല, നല്ലവരും ഉണ്ട് മോശം ആൾക്കാരും ഉണ്ട്. നമ്മൾ ഒരേ കണ്ണി കൂടെ എല്ലാവരെയും കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. മറിച്ച് ഒരു വ്യക്തിയുടെ എത്രയോ പോസിറ്റീവ്സ് ഉണ്ടായിരിക്കും, അവർക്ക് 2-3 നെഗറ്റീവ്സ് മാത്രം ഫോക്കസ് ചെയ്യല്ലോ വേണ്ടത്. അവർക്ക് എത്രയോ പോസിറ്റീവ്സ് ഉണ്ടായിരിക്കും. എന്നാൽ നമ്മൾ അടുത്ത ആളേക്ക് ചിലപ്പോൾ ചാടുമ്പോൾ ഈ പോസിറ്റീവ്സും ഇത്രയും പോസിറ്റീവ്സും കൂടി ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരം വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു അസ്ലയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അസ്ല ഈ പറഞ്ഞ വീഡിയോ ചെയ്യുക, ഇതിൽ സന്തോഷം കണ്ടെത്തുക എന്നല്ലാതെ അസ്ല ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന എന്ത് കാര്യം ചെയ്യുമ്പോഴാണ്? യാത്ര ചെയ്യുമ്പോൾ, ഫ്രണ്ട്സിൻ്റെ കൂടെ, ഫാമിലിയുടെ കൂടെ ട്രിപ്പ് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതല്ല എനിക്ക് സന്തോഷം എന്ന് പറയുന്നത്. എനിക്ക് സന്തോഷം ഫാമിലി ഫ്രണ്ട്സൊക്കെ കൂടി കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് കുക്ക് ചെയ്യുക, തമാശ പറയുക, കാർഡ്സ് കളിക്കുക, പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൂഡോ കളിക്കുക, ഫ്രണ്ട്സായിട്ട് തമാശ പറഞ്ഞിരിക്കുക. ഇതൊക്കെയാണ് എനിക്ക് സന്തോഷം തരുന്ന സാധനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും യൂട്യൂബ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ അത്രയും പാഷനോട് കൂടി ചെയ്യുന്ന സാധനമാണ്. ചില സമയത്ത് അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല. അതൊക്കെ ഞാൻ എൻജോയ് ചെയ്ത് മനസ്സറിഞ്ഞിരുന്ന് ചെയ്യും. ഞാനായിട്ട് റിയലായി നിന്ന് എന്ത് ചളിയും പറയാ, എന്തും തോന്നിയ പറയാം, അങ്ങനത്തെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാങ്കറ്റ് മൂടി തലയിരിക്കും, വെറുതെ ഇരിക്കുക. ഒരു ദിവസം മൊത്തം വേണമെങ്കിൽ ഞാനൊരു ബ്ലാങ്കറ്റും തലയിൽ കൂടി മൂടി ഞാൻ അങ്ങനെ ഇരിക്കും. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു സോഫയും ഒരു ബ്ലാങ്കറ്റും കിട്ടി കഴിഞ്ഞാൽ ഞാൻ
പീസാണ്. എനിക്ക് വേറെ ഒന്നും വേണ്ട, ഞാൻ സ്വസ്ഥമായിട്ട് അങ്ങനെ പുറത്തിറങ്ങരുത്. പുറത്തിറങ്ങരുത്. അതൊക്കെയാണ് എനിക്കിഷ്ടം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ മടി പിടിച്ച ആ ബ്ലാങ്കറ്റിനൊക്കെ കണ്ടിരിക്കും തോന്നും. എന്റെ ഫ്രണ്ട്സൊക്കെ നിനക്ക് യൂട്യൂബ് വീഡിയോ ചെയ്തുകൂടെ, നീ ഇങ്ങനെ എനിക്കിതാ ഇഷ്ടം. അത് ഒരു വലിയൊരു പ്രോഗ്രാമിന് പോയി റെഡി ആവാൻ വേണ്ടി നിന്നിട്ട് ആ പ്രോഗ്രാം ക്യാൻസൽ ആവുമ്പോൾ തിരിച്ച് നമ്മള് ഈ പറഞ്ഞ കുളിച്ച് തിരിച്ച് കിടക്കുന്ന ഒരു അതെ, ആ ഒരു സാധനം ഒന്നും ചെയ്യാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുക. അതാണ് ഇതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം. കല്യാണത്തിന് മുമ്പ് കുക്കിംഗ് അല്ല, കല്യാണത്തിന് ശേഷം കുക്കിംഗ് പഠിച്ചു. ഐ മീൻ കല്യാണത്തിന് ശേഷം ഒരുപാട് വെറൈറ്റി ഫുഡുകൾ. ഞാൻ കല്യാണത്തിന് മുമ്പും കുക്ക് ചെയ്യായിരുന്നു. എനിക്ക് കുക്കിംഗ് എപ്പോഴും ഇഷ്ടമുള്ള ഒരാളാണ്. കുക്കിംഗ് എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ കുക്ക് ചെയ്യൽ കുറവായിരുന്നു. ഞാൻ അങ്ങനെ കുക്ക് ചെയ്യില്ല. വല്ലപ്പോഴും എനിക്ക് ആ മൂഡൊക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്യാന്നല്ലാണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇപ്പം എനിക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഞാൻ തന്നെ കുക്ക് ചെയ്യണം. അപ്പം എനിക്ക് മൂഡില്ലാതെ അംജുക കുക്ക് ചെയ്യും. അംജുക എനിക്ക് ചില സമയത്തൊന്നും എനിക്ക് മൂഡില്ല, അപ്പം അംജുക കുക്ക് ചെയ്യും. മൂഡിലുള്ള ദിവസം ഞാൻ കുക്ക് ചെയ്യും. അങ്ങനെ മാറി കുക്ക് ചെയ്യും. ആ സമയത്ത് ഒരു ഫുഡിന്റെ ഒരു ഓളായിരുന്നു. എത്ര വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുന്നു. കാരണം പ്രത്യേകിച്ച് ഞാൻ എവിടേക്കും പോകുന്നില്ല. കാരണം ഞാൻ പുതിയ സ്ഥലത്തെത്തിയപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് യാത്രയൊക്കെ എനിക്ക് ആ സമയത്ത് എനിക്ക് പേടിയായിരുന്നു. ഹസ്ബൻഡാണെങ്കിൽ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ രാവിലെ 8 മണി പോയിട്ട് രാത്രി 8 മണിക്ക് തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ എവിടേക്കും പോകുന്നില്ല. അപ്പോൾ എനിക്ക് ആകെ ഉള്ളത് എന്ത് വീട്ടിലിരുന്ന് കുക്ക് ചെയ്യുകയും ഈ ബ്ലാങ്കറ്റിൽ കിടക്കുകയും ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ കണ്ടന്റ് എനിക്ക് ആകെ ഉള്ളത് എവിടെയും പോകണമില്ല, ഒന്നും ചെയ്യണില്ല. അപ്പൊ കണ്ടന്റ് എനിക്ക് ആകെ കുക്കിംഗ് മാത്രം, അത് മാത്രമേ കാണിക്കാണ്ടായിരുന്നുള്ളൂ. അതാണ് ഒരു എക്സ്പെരിമെന്റും ആയി, നമുക്കൊരു ടൈമും. അതെ, മറ്റേ ഞാൻ ഇരുന്ന് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണും, അതിരുന്ന് ഞാൻ പരീക്ഷിക്കും, ഞാൻ തന്നെ കഴിക്കും. അതന്നെ ഈ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം വിദേശ രാജ്യത്തിൽ പോയിട്ട് സെറ്റിൽഡ് ആയിട്ട് അവിടെ കല്യാണം കഴിച്ച് ഫാമിലിയായിട്ട് ജീവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള കാര്യം. നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളത് ഭയങ്കര പോഷായിട്ടുള്ള ഒരു മാജിക്കൽ ഒരു ലൈഫ് സ്റ്റൈൽ അവിടെ കീപ്പ് ചെയ്യുന്നതാണ്. ശരിക്കും ഇവിടെയാണോ? 2 സ്ഥലത്തും ജീവിച്ച ഒരാളാണ്, ദുബായിലും ജീവിച്ച ആളാണ്. ശരിക്കും എവിടെയാണ് സ്വർഗം? UK അല്ല എന്തായാലും സ്വർഗം. എനിക്ക് ഇഷ്ടം നാടാ. കാരണം എൻ്റെ എല്ലാം കിടക്കുന്നത് നാട്ടിലാണ്. എനിക്ക് കിടക്കുന്നത് ഞാനായിട്ട് നിൽക്കുന്നെങ്കിൽ അത് നാട്ടിലാണ്. എൻ്റെ റൂട്ട് എന്ന് പറയുന്ന നാട്ടിലാണ്. എനിക്ക് നാട് തന്നെ ഇഷ്ടം. UK എന്ന് പറയുമ്പോൾ എനിക്ക് അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ എനിക്കൊരു വല്ലാതെ ഒന്നും ഭയങ്കര വൃത്തികെട്ട തണുപ്പ്, അങ്ങനത്തെ ഒരു ഇത്. പിന്നെ അവിടെ ഭയങ്കര പോഷ് ലൈഫ് സ്റ്റൈലൊന്നും അല്ല. അവിടെ 4 മണി കഴിഞ്ഞ ഒരാൾ പുറത്തേക്ക് തന്നെ ഇറങ്ങുന്നില്ല. എൻ്റെ ഒക്കെ ലണ്ടൻ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ പോലും 6 മണി കഴിഞ്ഞ ഒരു ഷോപ്പ് ഉണ്ടാവും, റെസ്റ്റോറൻറ്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് ഉള്ളത്. ദുബായും നല്ല ലൈവായിട്ടുള്ളൊരു സ്ഥലമാണ്. UK എന്ന് പറയുന്നത് നല്ലൊരു സ്ഥലം, നല്ല പച്ചപ്പ്, ഭയങ്കര പച്ചപ്പുള്ള ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. മഞ്ഞൊക്കെ കാണാൻ പറ്റുന്ന നല്ല എൻ്റെ അവിടെ മഞ്ഞുമില്ല. എൻ്റെ അവിടെ ഫുൾ പച്ചപ്പ്, ഓൺലി പച്ചപ്പ്. മഞ്ഞ് കാണുന്നത് ആഗ്രഹിച്ച അവിടെ പോയിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗർഭിണിയായ ഒരു പെൺകുട്ടി. ശരിക്കും എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടമുള്ള കാര്യമാണ് വയറ് തൊടുക. പക്ഷെ ഇപ്പൊ എനിക്ക് വയറൊക്കെ ആയി തുടങ്ങുന്നേ ഉള്ളൂ. അടുത്ത മാസം ചിലപ്പോ വയറ് കുറച്ച് വരികയായിരിക്കും. ചെറിയ ആഗ്രഹം ഒന്ന് വയറ് തൊടുക ലൈവായിട്ട്. ഒരുപാട് സന്തോഷം. നമ്മളെപ്പോഴും വീഡിയോയിൽ കാണുന്ന ഒരു അസ്ല, നമ്മൾ നേരിട്ട് കാണുന്ന അസ്ല ഭയങ്കര ഡിഫറെന്റ്. റീൽ ആൻഡ് റീൽ എന്നൊക്കെ പറയുന്നത്. എപ്പോഴും ഇതുപോലെ സന്തോഷത്തോടെ ഈ ഒരു എപ്പോഴും ചിരിച്ച മുഖമായിട്ട് തന്നെ ഇരിക്കട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു.